ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ CEP, ഇനി ഒരു ആത്മകഥ വരികയാണെങ്കിൽ അതിന്റെ പേര് എങ്ങനെ ഇടുമെന്നാണ് അങ്ങ് തീരുമാനിച്ചത്? ആത്മകഥയുടെ ടൈറ്റിലായോ? പുതിയ ആത്മകഥ ഒരു 2 മാസത്തിനുള്ളിൽ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്കറിയാം. ഞാൻ അത്തരം കാരണം ഞാനിപ്പോൾ ഇപ്പോൾ 1 മാസക്കാലമായി ഞാൻ അതിൻ്റെ ഭാഗത്തേക്കേ തിരിഞ്ഞില്ല. കാരണം ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ തിരക്കും കുറേ പാർട്ടി സമ്മേളനങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ തിരക്കിലായതുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ ഒരു മണിക്കൂർ പോലും സമയം കിട്ടാത്തത് കൊണ്ട് ഞാനത് പൂർത്തീകരിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡിസംബർ മാസം അതോടുകൂടി അതുവരെയുള്ള ഇതിപ്പോൾ ഡിസംബർ ഇന്ന് 4 ഈ ഡിസംബർ മാസത്തോടുകൂടി അതിൻ്റെ ഒരു ഭാഗം പൂർത്തീകരിച്ച് ഞാൻ ഡിസംബറോടുകൂടി എൻ്റെ ഈ ആത്മകഥയുടെ 1ാം ഭാഗം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് കൺക്ലൂഡ് ചെയ്ത് അത് ഒന്ന് എഡിറ്റ് ചെയ്ത് വാചകശുദ്ധി ഭാഷാശുദ്ധിയൊക്കെ വരുത്തി അതിനുശേഷം അതൊരു പുസ്തക രൂപത്തിലാക്കിയതിന് ശേഷം അത് ഈ രംഗത്തൊക്കെയുള്ള പുസ്തക രംഗത്ത് അതുപോലെ തന്നെ ഈ മാധ്യമരംഗത്ത് ഇത്തരം രംഗങ്ങളിൽ രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ളവരുടെ എല്ലാ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞൊരു നല്ല ടൈറ്റിൽ, അതായത് വസ്തുനിഷ്ഠമായിട്ടുള്ളതും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിക്കാൻ കഴിയുന്നതുമായ ഒരു പുസ്തകത്തിൻ്റെ തലവാചകമാക്കി എടുക്കാൻ കഴിയത്തക്ക നിലയിൽ രൂപകൽപ്പന കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചോ അങ്ങ്? അത് ഇത് പൂർത്തീകരിച്ചതിന് ശേഷം. അല്ല, സാധാരണഗതിയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എനിക്കൊന്ന് ആ വിഷയത്തിൽ നമ്മുടെ തോന്നൽ തന്നെയാണ് എൻ്റെതും. ഇത്രമാത്രം തെറ്റായ അതില് ഞാൻ അറിഞ്ഞിരുന്നു. ഇത്രയും തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരു കൂട്ടർക്ക് തന്നെ ഏത് തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത്? എത്ര വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്? അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് തന്നെ ഞാൻ വീണ്ടും അത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കും എന്ന് ആരെങ്കിലും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഏതായാലും ഈ മാസം അവസാനത്തോടു കൂടി 1ാം ഭാഗം വരും അതിന്റെ പ്രദർശനത്തിൽ. ആദ്യ ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങുക. കാരണം ഇനിയും അങ്ങോട്ട് രാഷ്ട്രീയ ഇന്നിങ്സ് ഉണ്ടല്ലോ. അതെ അല്ല, ഡിസംബർ 30 ശേഷവും എൻ്റെ ജീവിതം ഉണ്ടല്ലോ. കറക്റ്റ് ഉണ്ടാവണം. അതിപ്പോൾ എഴുതാൻ പറ്റില്ല. ഫ്യൂച്ചർ അത് സഞ്ചരിച്ചു കൊണ്ടുപോകണല്ലോ. ശാരീരിക ആരോഗ്യത്തോടു കൂടിയും അങ്ങ് തുടരണം. അതാണ് നമ്മളുടെ ഒക്കെ ആഗ്രഹം. EP സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തിനാണ് ഈ സാധു മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടുന്നത്? അദ്ദേഹം വളരെ നിഷ്കളങ്കമായി പല കാര്യങ്ങളും ഇങ്ങനെ ആൾക്കാരെടുത്ത് പ്രയോഗിക്കുകയാണെന്ന് പറയാനുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ